ടു ദിസ് വെൽ. അപ്പൊ നമ്മളിതാ സോഷ്യൽ മീഡിയയിൽ 2 ദിവസമായി തരംഗമായി മാറിയിട്ടുള്ളത് മമ്മു തന്നെയാണ്. നമ്മുടെ തൊപ്പിയുടെ വലങ്കയായിട്ടുള്ള മമ്മു. എന്തായാലും മമ്മുവിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തൊപ്പിയുടെ ലൈവും. നമ്മളിപ്പോ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. 2 ദിവസമായിട്ട് നമ്മളെ മമ്മുവിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ തരംഗമായിരിക്കുന്നത്. തരംഗം വെച്ച് ഒട്ടുക്കൽ തരംഗം. എന്തായാലും ഒരു കുളിസീന്റെ കേസ്, കുളിസീൻ എത്തി നോക്കിയ കേസ്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാഞ്ഞതായിരുന്നു. സംസാരിക്കാത്ത വെച്ച് കഴിഞ്ഞാല് അവന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് കണ്ട, ലൈവിൽ നമ്മൾ ഒരുപാട് കണ്ടത്. പറ്റ മോശം ലൈവ്. എന്തുകൊണ്ടൊരു ചെറിയൊരു പയ്യനാന്നുള്ള ഒരു പരിഗണനയേ ഇല്ല. അവന്റെ നാക്ക് എന്തും പറയാന്നുള്ള ആ ഒരു ലെവലിലാണ് മമ്മുവിന്റെ ആ ഒരു ലൈവൊക്കെ നമുക്ക് കാണാം. ഇതിനു മുമ്പും ഒരുപാട് പ്രശ്നത്തിൽ വന്നിട്ടുണ്ട്. ഇതിനു മുമ്പും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതൊന്നല്ല ഒരു അസ്സലാം വലൈക്കും വാലൈക്കും മുസ്ലാം സലാം മുടക്കുന്ന നായിന്റെ മോനെന്ന് ഒരാളെ വിളിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതും വന്ന് ഇതേപോലെ ഭയങ്കരമായിട്ട് വൈറലായതാണ്. ഒരു കത്തിരുന്ന സമയമായിരുന്നു. പക്ഷെ അത് വലിയ ഒതുങ്ങിപ്പോയി. പക്ഷെ ഇപ്രാവശ്യം കുറച്ച് കൂടിപ്പോയി, നല്ല കൂടിപ്പോയി. എന്തുകൊണ്ടാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയുന്നില്ല എന്നുള്ള ആ ഒരു ലെവലിലേക്കാണ് ആ ഒരു വീഡിയോ ഇന്റർവ്യൂ എത്തിയിട്ടുള്ളത്. നാട്ടിലെ കുടുംബങ്ങളിൽ എത്തി നോക്കുന്നു. അതൊരു ഹോബിയാണ്. അവരും അവന്റെ കൂട്ടുകാരനും കൂടി. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കാനല്ല വന്നത്. അവനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ തൊപ്പിന്റെ ഒരു ലൈവ്, ഇന്നലെയാണ് തൊപ്പിയെ ലൈവ് ചെയ്തത്. ഇതിന് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ തൊപ്പിയെ ലൈവ് ചെയ്തു. ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാല് എവനെ എന്താ വെച്ചാൽ ഒടുക്കത്തെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ നാടകം തന്നെ വേണം. ഒടുക്കത്തെ നാടകം വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും, എല്ലാ ക്യാരക്ടറിനും ഓരോരോ സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. ഇന്നത് പറയണം, ഇങ്ങനെ ചെയ്യണം. അടിപൊളി. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. എന്നാൽ അത് ലൈവ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇത് സ്ക്രിപ്റ്റ് ആണെന്ന്. എന്തെന്നാല് ഇത് മമ്മുവിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ നാടകം. അതെ, നമ്മളെ അതായത് പ്രേക്ഷകരുടെ കണ്ണിലും പൊടി ഇട്ടിട്ട് മമ്മുവിനെ സേവ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ നമ്മള് ഓരോന്ന് എണ്ണി നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഒരുപാട് പേര് പറഞ്ഞു സ്ക്രിപ്റ്റ് ആണ്, തൊപ്പി സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ തൊപ്പി ഒരു കാര്യം പറഞ്ഞു, എന്റെ ഉമ്മ സത്യം, ഇത് സ്ക്രിപ്റ്റ് അല്ല, ഞാൻ അവനെ ന്യായീകരിക്കേ ഇല്ലാന്ന്. പിന്നെ അവരെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഫുൾ ചിരി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വളരെ ചിരികൾ, അങ്ങനെ പൊളിഞ്ഞും തെളിഞ്ഞൊക്കെ ചിരി കരഞ്ഞു മെഴുകാണ്. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് ചിരിക്കാണ്. നമ്മുടെ ഏറ്റവും ഇത് വന്നാൽ ആരും തൊട്ട് ലൈവിന്റെ അവസാനം വരെ കരച്ചിലോണ്ടിരിക്കും. ഇങ്ങനെ തന്നെ കരച്ചില്, മൂക്കെന്നൊക്കെ ഒലിച്ച് വായക്കൂടല്ലേ ഒലിച്ച് കരച്ചില്. അത് പറഞ്ഞാല് എന്തായാലും രക്ഷപ്പെടണ്ടേ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഇതില് ഒരു വോട്ടെടുപ്പ് ഉണ്ടായി. വോട്ടെടുപ്പ് എല്ലാരും കണ്ടുണ്ടാവും. നല്ല കിടില വോട്ടെടുപ്പ്. അതില്ല, ഇത് ഒരു തൊപ്പി ഒരു കാര്യം പറഞ്ഞു, എന്താ ഞങ്ങളെ മാനേജ്മെന്റ്, അവർക്കൊരു മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് തീരുമാനിച്ചു നമ്മളെ മമ്മുനെ കിക്ക് ചെയ്യാൻ, ടീമിൽ നിന്ന് ഒഴിവാക്കാന്ന്. അതൊരു നല്ല കാര്യമായിരുന്നു. അപ്പൊ തൊപ്പിക്കും അതാ താല്പര്യം. എന്ത് പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായി, മോശമായി, അവര് ടീമിന് മോശമായി, നമുക്ക് മമ്മുനെ കിക്ക് ചെയ്യാം, ഒഴിവാക്കാം. അവസാനത്തെ ഒരു ഓപ്ഷൻ വെച്ച് എന്ത് കഴിഞ്ഞാല് ഒരു വോട്ടെടുപ്പ് നടക്കാം, ലൈവില് ഒരു വോട്ടെടുപ്പ് നടക്കാൻ. വോട്ടെടുപ്പ് എന്നൊരു പ്രഹസനം. അതിലെന്താ, വോട്ടെടുപ്പിൽ 59,000 പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് 59,000 പേര് വോട്ട് ചെയ്ത്, അതില് വോട്ടെടുപ്പിൽ ഏറ്റവും വിറ്റ് കിക്ക് ചെയ്യാനുള്ള 52% പേര് എന്നാണ് പറയുന്നത്. ഈ ഇതിന് ഒഴിവാക്കണം, കിക്ക് ചെയ്യണം. 48% നോ കിക്ക്. പരിഗണന കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവനൊരു നന്നാവട്ടെ എന്ന രീതിയിൽ അങ്ങനെ വന്നത്. അപ്പൊ പിന്നെ ലാസ്റ്റിലേക്ക് പിന്നെ വോട്ടെടുപ്പൊന്നും ഇല്ല കേട്ടോ. ലാസ്റ്റിലേക്ക് വോട്ടെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. എവര് കുറച്ച് ആൾക്കാർ തീരുമാനിച്ച് എവര് പനിഷ്മെന്റ് കൊടുക്കാം. പനിഷ്മെന്റ് വെച്ചാൽ എന്താണ്, ഞങ്ങൾ പണ്ട് സ്കൂളിൽ നിന്ന് ലേറ്റ് ആയി വരുമ്പോ ക്ലാസ്സിൽ നിന്ന് വെളിയിലേക്ക് നിർത്തുമല്ലോ, അതേപോലത്തെ പനിഷ്മെന്റ്. ജിമ്മില് പോട്ടെ, പിന്നെ 5 നേരം നിസ്കരിക്കട്ടെ, ബോഡി ബിൽഡ് ചെയ്യുന്നതാണ് ഒരു പണിഷ്മെന്റ്. ഫുഡ് അതിന് കൊടുക്കണ്ട, പിന്നെ റൂം വേണ്ട, ഹോളിൽ കടന്നോട്ടെ. ഹോളുണ്ടല്ലോ. പിന്നെ അതിനിടയ്ക്കുണ്ട് എവിടെ ചാനലിന്റെ പേര് മാറ്റുന്നു. വലിയ സംഭവം ഉണ്ടാവില്ല. പിന്നെന്താണ്, 5 നേരം നിസ്കരിക്കട്ടെ. ഇതെന്താ നമ്മളെ കണ്ണില് കാണുന്ന ആൾക്കാരെ കണ്ണിൽ പൊടിയിട്ട പരിപാടി. ഇതിപ്പോ ഒരു 10-15 ദിവസം കഴിഞ്ഞ് സംഭവം കഴിഞ്ഞ്, അതായത് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ കഴിയുമ്പോൾ ഇവരെല്ലാം വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ഉച്ചയ്ക്കുണ്ട് പല ന്യൂസ് ചാനലിൽ വരെ വന്നിട്ടുണ്ട്. ഈ സംഭവം നല്ല വിഷയമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക. ഇത് മിക്കവാറും ഈ ഇന്നലത്തെ ലൈവ് ഒരു പ്രശ്നമാവും. എന്തുവന്നാല് ഇത് ആരും എന്തും ചെയ്തു കഴിഞ്ഞാൽ ഒരു പനിഷ്മെന്റ് കൊടുത്തത്, അവരെ കൂടുതലുള്ള ഗ്യാങ്ങിൽ ആരും എന്ത് ചെയ്താലും
ആ ഒരു പണിഷ്മെന്റ് സൈഡിൽ ഇരുത്തിയാൽ മതിയല്ലോ. ആ സോഫയിൽ എവിടെയെങ്കിലും വേർതിരുത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. സംഭവം എവന് ശരിക്കും ആ ടീമിന് ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ട് എവനൊന്ന് ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും കൗൺസിലിംഗ് അല്ലെങ്കിൽ ബോർഡിങ്ങിന് എവിടെയെങ്കിലും ഒക്കെ കൊണ്ടാക്കും. അങ്ങനെ ചെയ്ത് അതൊക്കെയാണ് ഇത്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒന്ന് തിരിച്ചു നിർത്തിങ്ങാണ്ട് അവരെ ചന്തിക്ക് 4 അടികൾ അടിക്കണം. ഒരു ചൂരൽ വെച്ചാണ്ട് പിന്നല്ല അടി കിട്ടാത്തതിന്റെ സൂക്കരന്നെയാണ് അവന്. എന്താ അവന് നാക്ക് നല്ല കൂടുതലാ, നല്ല കൂടുതൽ. എവിടെ പറയണം, അതായത് സ്ത്രീകളെ പറ്റിയാണ് പറയണത്. അവന് കണ്ട് ഉമ്മയും പെങ്ങളില്ലെങ്കിൽ എവിടെ കൂടെ നിൽക്കണ ഈ ഗാങ്ങിൽ 5 പേരുണ്ട്, അവക്കും അമ്മയും പെങ്ങന്മാരും എല്ലാരും ഉണ്ട്. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കേട്ടോ പുറത്താക്കണം എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. എല്ലാം നമുക്ക് മനസ്സിലാവും. ഇവരൊക്കെ ഇങ്ങനെ നിൽക്കാണ്, ഒരാൾ മാത്രം ഇങ്ങനെ വെറുതെ ഷോ ആണ്, ഫുൾ ഷോ. പക്ഷെ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു സ്വഭാവം എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിലും ആള് തിരുത്തി. ഒരു വർഷമായിട്ട് തൊപ്പി ഒരു നല്ല അടിപൊളി നീറ്റായിട്ട് ഒരു പ്രശ്നത്തുമില്ല, നല്ലപോലെ ലൈവ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു മോഡലായി വരാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾ വരെ അത് ലൈവിൽ പറയുന്നുണ്ട്. നമ്മൾ കൊച്ചു കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ നമ്മുടെ ലൈവ് കാണുന്നുണ്ട്. ലൈവിൽ സംസാരിക്കണം, കാണുമ്പോൾ ഓടി വരുന്നുണ്ട്, ഓടി വന്ന് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ ആ ലൈവിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇത് അതിലും മോശമായി. എന്താ തൊപ്പി ഒരു മാന്യമായ രീതിക്കായിരുന്നെങ്കിൽ അവനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവനെ നല്ലൊരു കൗൺസിലിംഗിന് പറഞ്ഞു വയ്ക്കാം. അതൊക്കെ കൗൺസിലിംഗിന് പറഞ്ഞു കുറച്ചുകൂടി കാര്യമുണ്ട്. അവനെ അവിടുന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞതിനാണ് ആ ചെക്കൻ കരയുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അവൻ ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം അവൻ കരഞ്ഞു പോകണ കാര്യമുണ്ട്. എനിക്ക് ഇവിടുന്ന് പോയാൽ ഫുഡ് കിട്ടൂല, എനിക്ക് ആരും ഭക്ഷണം തരില്ല, എനിക്ക് ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പി ഒരു കാര്യം പറഞ്ഞു. എവൻ എന്തോ ബോംബാണ്, ആറ്റം ബോംബാണ്, പുറത്തു വിടാൻ പറ്റൂല, പുറത്ത് വിട്ടാൽ എവിടെയും പോയി പൊട്ടും. എന്ത് അപ്പൊ എവന് തൊപ്പീന്റെ കൈ കിട്ടണ മുന്നേ അവൻ വെളിയിലല്ലായിരുന്നോ? അപ്പൊ എന്തായിരുന്നു നാട്ടുകാരെ മൊത്തം കല്ലെടുത്ത് പോയായിരുന്നോ? അത് തെറ്റായ ഒരു സീനാണ് അവൻ കാണിച്ചത്. എന്തായാലും ഒന്നെങ്കിൽ അവൻ നല്ല കൗൺസിലിംഗ് കൊടുക്കും. കൗൺസിലിംഗ് കൊടുത്താൽ ശരിയാവുന്നേ ഉള്ളൂ അവന്റെ ഈ കാര്യങ്ങൾ. ഇതിപ്പോ മനസ്സിലാക്കി കൊടുക്കണം. ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിച്ച് ശരിയാവും. പിന്നെയും ഇതേപോലത്തെ ഒരു പ്രശ്നം വന്ന് എന്താ ചെയ്യുക? ചെക്കൻ എന്തായാലും മിണ്ടാണ്ടിരിക്കൊന്നുമില്ല, അവൻ എവിടെയാലും എന്തായാലും പറയും. വോട്ടെടുപ്പ് നടത്തിയതിൽ തന്നെ പറഞ്ഞാല് ആ തൊപ്പി എല്ലാ ലൈവിലും വോട്ടെടുപ്പിനനുസരിച്ചാണ് എല്ലാം ചെയ്യുക. ചാറ്റിൽ വരുന്ന ആൾക്കാർ എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ അവൻ ചെയ്തു കൊടുക്കും. പക്ഷെ ഇത് അവൻ അത് ചെയ്തില്ല. ആ ചാറ്റിൽ വന്ന പോലെയല്ല അവൻ ചെയ്തിട്ടുള്ളത്. അതും നീതികേടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ ഏറ്റവും വലിയ കാരണം. എന്തെന്നാല് അത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് സ്വന്തം ഒപ്പീനിയൻ ആണ് പേർക്ക് കൂട്ടായിട്ട് വട്ടയിരുന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ആദ്യം സംഭവം തീരുമാനം. അതിപ്പോ ആ ലൈവില് സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ വന്ന് പറഞ്ഞത് സ്ക്രിപ്റ്റ് ആണ്, അതേപോലത്തെ സ്ക്രിപ്റ്റ് ആയില്ലേ. ഇതിപ്പോ ആർക്കാ സ്ക്രിപ്റ്റ് അല്ലാന്ന് മനസ്സിലാവുക? വെറുതെ അത് അവരും ഒരു വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ. ഇന്നലെ 1 മില്യൺ അടിച്ച് എന്നിട്ട് പറയാൻ ലാസ്റ്റ് പോയി നമുക്ക് കേക്ക് വാങ്ങിച്ചാലോ? വേണ്ട, നമുക്ക് ഈ ഒരു അവസരത്തിൽ എന്താ അത് വേണ്ട, മില്യണും അടിച്ചുപോയി, എന്താ ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലാണ് അവര്. അപ്പൊ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരാണിത് ഇത് ജഡ്ജ് വിലയിരുത്തേണ്ടത്. ഇത് ചെയ്തത് ശരിയാണോ തെറ്റാണോ, തെറ്റാണെന്നുള്ള ഭാഗത്തന്നെ അവിടെ നിൽക്കണുള്ളൂ. ഇത് ചെയ്ത് തെറ്റാണ്, ഈ പണിഷ്മെന്റ് ഒന്നും പോരാ, അവൻ പറഞ്ഞതിന് അതൊന്നും പോരാ. ഇന്ന് അതും വേണ്ട. അവന് ഒരുപാട് എന്താണ് ശമ്പളം കൊടുക്കില്ല, ഇനി അവന് ശമ്പളം ഇല്ല എന്നൊക്കെ ഇതില് ലൈവിൽ സംസാരിച്ചു. അതെന്തെങ്കിലും ആയിക്കോ, അതൊക്കെ പോട്ടെ. പക്ഷെ അവനൊരു കൗൺസിലിംഗിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അവന് കൗൺസിലിംഗ് എന്തായാലും വേണം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അവൻ നന്നാവണമെന്ന് വിചാരിക്കണമെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു, അതാണ് വേണ്ടത്. അപ്പൊ ഇത് കാണുന്ന ആൾക്കാർ കമന്റ് ചെയ്യാം, എന്ത് തൊപ്പി ചെയ്ത് ശരിയാണോ, തൊപ്പി ചെയ്ത് തെറ്റാണോ. ഇനി ബാക്കി എന്തായാലും വിഷയങ്ങൾ ബാക്കി പിന്നാലെ വരും. എന്തായാലും ന്യൂസ് ചാനലിൽ എത്തിക്കഴിഞ്ഞു ഇനി അത് അടുത്ത പരിപാടികളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.